പി.കെ. രാഗേഷിനെതിരായ വിജിലൻസ് കേസിൽ അന്വേഷണം മൂന്നാം ഘട്ടത്തിലേക്ക്. വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന ആരംഭിച്ചു. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ബാങ്ക് ലോക്കർ, അക്കൗണ്ട് എന്നിവ വിജിലൻസ് സംഘം വീണ്ടും പരിശോധിക്കും. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിനാലാണ് കേസെടുത്തതെന്ന് വിജിലൻസ് സംഘം അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ കണ്ടെത്തിയ രേഖകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് വിജിലൻസ് സംഘം പറഞ്ഞു. നിരവധി രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിനാണ് പി.കെ. രാഗേഷിനെതിരെ കേസെടുത്തത്. 3 വർഷം മുമ്പ് ലഭിച്ച പരാതിയിൽ നടന്ന അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് കേസെടുത്തത്. പിന്നാലെ രാഗേഷിന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. ഇതിലാണ് നിരവധി രേഖകൾ പിടിച്ചെടുത്തത്. ഭൂമി ഇടപാട് രേഖകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് വിവരങ്ങൾ, ബാങ്ക് ലോക്കർ കീ, ഫോൺ, വിവിധ രേഖകൾ എന്നിവയെല്ലാം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനയാണ് മൂന്നാം ഘട്ടമെന്ന നിലയിൽ നടക്കുകയെന്ന് വിജിലൻസ് അറിയിച്ചു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ചൊവ്വാഴ്ച തന്നെ മുഴുവൻ ശേഖരിച്ചതിനാൽ കൂടുതൽ ദിവസത്തേക്ക് മരവിപ്പിക്കേണ്ടതില്ലെന്ന് വിജിലൻസ് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായാണ് സൂചന. തന്റെ ബാങ്ക് അക്കൗണ്ടുകളൊന്നും മരവിപ്പിച്ചിട്ടില്ലെന്ന് പി.കെ. രാഗേഷും അറിയിച്ചു. വരവും ചെലവും തമ്മിലുള്ള തിട്ടപ്പെടുത്തൽ നടത്തിയതിനാലാണ് അനധികൃത സ്വത്ത് സമ്പാദ്യം കണ്ടെത്താനാവുക. പ്രാഥമിക പരിശോധനയിൽ 20% മുകളിൽ അന്തരം കണ്ടെത്തിയതിനാലാണ് കേസെടുത്തത്. തുടർ പരിശോധനയിൽ അനധികൃത സ്വത്ത് ഇല്ലെന്ന് കണ്ടാൽ കേസ് ഒഴിവാക്കും. രേഖകളുടെ പരിശോധനയ്ക്ക് സമയമെടുക്കുമെന്നും വിജിലൻസ് അറിയിച്ചു. അതിനുശേഷം റിപ്പോർട്ട് കോടതിയിൽ നൽകും. സൂപ്പർമാർക്കറ്റ്, ഫ്ളാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളും വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.